തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്തായിട്ട് ഒരു 4 ബെഡ്റൂം 2000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന പുതിയ വീടാണ് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ശ്രീകാര്യം ചെറുവയ്ക്കൽ റോഡിലാണ്. ലൊയോള സ്കൂൾ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പറയൻകോണം എന്ന് പറയുന്ന ലൈനിലാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 50 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് 50 മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇതൊരു ലോറി സൈറ്റ് കൂടിയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്റ്റീരിയർ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വീടാണിത്. നല്ല രീതിയിലുള്ള ഡിസൈൻ എലമെൻസും എക്സ്റ്റീരിയറിൽ നൽകിയിട്ടുണ്ട്. ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനാണ് വീടിൻ്റെ എക്സ്റ്റീരിയറിന് നൽകിയിരിക്കുന്നത്. മൊത്തം 4.5 സെന്റ് വസ്തുവിലാണ് ഈ 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം പുതിയ വീട് സ്ഥിതി ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമാണ് ഈ വീടിന് വരുന്നത്. ഏകദേശം 63 അടിയാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ഏരിയ വരുന്നത്. കവേർഡ് കാർ പാർക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. 2 കാർ വരെ നമുക്കവിടെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഔട്ട്ഡോർ ടൈൽസ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം കോൺക്രീറ്റ്, സിമൻറ്റ് കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സൈഡിലായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് സ്പേസും കാണാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം ഹൗസാണ്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ലേഔട്ട് നോക്കുമ്പോൾ ഒരു ബെഡ്റൂം, ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ ഇങ്ങനെയാണ് വരുന്നത്. തേക്കിൻ്റെ തടിയിലാണ് ഈ വീടിൻ്റെ ഡോറുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. മെയിൻ ഡോർ ലോക്കിന് നൽകിയിരിക്കുന്നത് യാലെ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ലിവിംഗ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. 4x2 സൈസിൽ വരുന്ന വലിയ ടൈൽസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കജാരിയ എന്ന് പറയുന്ന ടൈൽ ബ്രാൻഡാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്.
ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് സ്പേസ് കാണാനായിട്ട് സാധിക്കും. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഓപ്പൺ കിച്ചൺ സ്പേസും കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളൊരു വീടാണിത്. ലിവിങ് ഏരിയയിൽ തന്നെ നല്ലൊരു TV യൂണിറ്റും അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വാഷ് യൂണിറ്റും കാണാൻ സാധിക്കും. സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ടാണ് വാഷ് യൂണിറ്റ് വരുന്നത്. സിംഗിൾ ഫേസ് ഇലക്ട്രിക്കൽ കണക്ഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. എന്നാൽ 3 ഫേസ് വയറിംഗ് ഈ വീടിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ ഫ്യൂച്ചർ നമുക്ക് 3 ഫേസ് കണക്ഷൻ വേണമെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇലക്ട്രിക്കൽ വയറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫിനോലെക്സ് ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലീസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അത് അറ്റാച്ച്ഡ് ബെഡ്റൂമായിട്ടാണ് വരുന്നത്. ഒരു വാർഡ്രോബ് ആ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡാണ് വാർഡ്രോബിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ. ഫിനോലെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് ഈ വീടിൻ്റെ പ്ലംബിംഗ് വർക്കിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ക്രോംപ്റ്റൺ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ബാത്റൂം വോൾസിനെല്ലാം നൽകിയിരിക്കുന്നത് 10 അടി ഉയരത്തിൽ, അതായത് ടോട്ടൽ ഹൈറ്റിൽ തന്നെയാണ് ബാത്റൂം വോൾസിൻ്റെ ടൈൽസ് എല്ലാം നൽകിയിരിക്കുന്നത്. നല്ല ഡിസൈൻ പാറ്റേണിൽ വരുന്ന ടൈൽസ് തന്നെയാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ലേഔട്ട്, അതായത് നമ്മുടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയയുടെ സെപ്പറേഷൻ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടില്ല. ഒരു മാർബിൾ ഫിനിഷിൽ വരുന്ന കജാരിയുടെ 4x2 സൈസിൽ വരുന്ന അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ടൈൽസ് ആണ് ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടിയ അതിമനോഹരമായൊരു കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഫ്രണ്ടിലായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാണാനായിട്ട് സാധിക്കും. വാൾ ക്യാബിനറ്റ്സും അണ്ടർ സ്ലാബ് ക്യാബിനറ്റ്സും ലോഫ്റ്റ് ഏരിയയും ടോട്ടലായിട്ട് കവർ ചെയ്താണ് ഇതിൻ്റെ കിച്ചൺ നൽകിയിരിക്കുന്നത്. ഫുഡ് ആൻഡ് ഹോപ്പ് ഫെസിലിറ്റി കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സ്പ്ലാഷ് ഏരിയയിൽ നല്ല മനോഹരമായിട്ടുള്ള ടൈൽസ് നൽകിയിട്ടുണ്ട്. 2 വാട്ടർ ടാപ്പ് പ്രൊവിഷൻ അവിടെ നൽകിയിട്ടുണ്ട്. സിംഗിൾ ക്യാബിൻ സിങ്കാണ് നൽകിയിരിക്കുന്നത്. കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ഫർണിഷ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ടോൺ കളർ ടൈലാണ് കിച്ചൻ്റെ ഫ്ലോറിങ്ങിന് നൽകിയിരിക്കുന്നത്. കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ സ്ലാബ് സ്പേസും നൽകിയിട്ടുണ്ട്. അണ്ടർ ക്യാബിനറ്റ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വാൾ ക്യാബിനറ്റ്സും ഒരു സിങ്കിൻ്റെ പ്രൊവിഷനും ആ ഒരു വർക്ക് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു മെയിൻ കിച്ചണും, അതായത് ഒരു ഓപ്പൺ കിച്ചണും ഒരു വർക്ക് ഏരിയയും ചേർന്നാണ് ഈ വീട്ടിൻ്റെ ടോട്ടൽ കിച്ചൺ സ്പേസ് വരുന്നത്. വുഡ് ഫിനിഷോട് കൂടിയ ഔട്ടർ ഫ്രെയിമാണ് ഈ വീടിൻ്റെ ഹാൻഡ് റെയിൽസും നൽകിയിരിക്കുന്നത്. അതിനിടയിലായിട്ട് ചെറിയൊരു ബ്ലൂ ടോണിലുള്ള ഗ്ലാസസും നൽകിയിട്ടുണ്ട്. ഒരു വുഡ് ഫിനിഷ് വൈറ്റ് ബ്ലൂ, ഇതാണ് ഹാൻഡ് റെയിൽസിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത്.
ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഒരു ലിവിംഗ് സ്പേസ് അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് കാണാൻ സാധിക്കുന്നത്. വാൾ പാനൽസ് നൽകിയിട്ടുണ്ട്, ഫോൾ സീലിംഗ് നൽകിയിട്ടുണ്ട്, TV യൂണിറ്റ് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് സ്പേസിൽ നൽകിയിട്ടുണ്ട്. നന്നായിട്ട് ഫർണിഷ് ചെയ്ത ഒരു TV യൂണിറ്റാണ് അവിടെ കാണാൻ സാധിച്ചത്. അതിനോടൊപ്പം 3 ബെഡ്റൂംസ് ആണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഏരിയയിൽ വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ ഏരിയയുടെ ഒരു ലേഔട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം ഹൗസാണ്. ഇതിൽ ഒരു ബെഡ്റൂം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലും 3 ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലുമാണ്. എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ആയിട്ടാണ് വരുന്നത്. വാർഡ്രോബ് ഫെസിലിറ്റീസ് എല്ലാ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസസും ബെഡ്റൂംസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4 AC പോയിന്റ്സ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അതായത് എല്ലാ ബെഡ്റൂംസിലും AC പോയിന്റിൻ്റെ ഫെസിലിറ്റി നൽകിയിട്ടുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഫാനുകൾ, ലൈറ്റുകൾ അതെല്ലാം എല്ലാ സ്ഥലങ്ങളിലും നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ 3 ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള എക്സിറ്റ് ഡോർ വരുന്നത്. ആ എക്സിറ്റ് ഡോർ വഴിയാണ് നമുക്ക് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. ആയിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്കാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഒരു സെമി ഫർണിഷ്ഡ് വീടായിട്ടാണ് നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തൊരു കിച്ചൺ, വർക്ക് ഏരിയ, എല്ലാ ബെഡ്റൂംസിലും വാർഡ്രോബ് ഫെസിലിറ്റി, മിറർ യൂണിറ്റ് ഫെസിലിറ്റി ഇതെല്ലാം നൽകിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വിൻഡോസിലും വിൻഡോ ബ്ലൈൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സെമി ഫർണിഷ്ഡ് രീതിയിൽ അത്യാവശ്യം നമുക്കിനി നമ്മുടെ ഫർണിച്ചേഴ്സ് മാത്രം കൊണ്ടുവന്ന് നമുക്ക് ഈ വീട്ടിൽ താമസിക്കാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഈ വീട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്.
ഈ വീടിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിലും ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിലുമാണ്. അത്യാവശ്യം നല്ല എക്സ്റ്റീരിയർ എലമെൻറ്റ്സ് ഒക്കെ നൽകിയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഫോൾ സീലിങ്സ് ആകട്ടെ, വാൾ പാനൽസ് ആകട്ടെ, ഈ ഒരു ഫർണിഷിംഗ് ആകട്ടെ, അതായത് വാർഡ്രോബ് ആകട്ടെ, കിച്ചൺ ആകട്ടെ, ഇതിൻ്റെ എല്ലാ ഒരു കളർ കോമ്പിനേഷൻസും അതിൻ്റെ ഫിനിഷസും എല്ലാം നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരു ഇൻറ്റീരിയർ തീം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശ്രീകാര്യം ജംഗ്ഷൻ അടുത്തായിട്ട്, അതായത് ശ്രീകാര്യം ചെറുവിക്കൽ റോഡിലാണ് ഈ വീഡിയോയിൽ കണ്ട 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം പുതിയ വീട് സ്ഥിതി ചെയ്തിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് 50 മീറ്ററാണ് ഈ വീടിന്റെ ദൂരം വരുന്നത്. വീഡിയോയിൽ പറയുന്ന പോലെ പറയൻകോണം എന്ന് പറഞ്ഞ ലൈനിലാണ് ഈ വീടിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. ഇത് 4 സെന്റിൽ വരുന്ന 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം ഹൗസിന് ഓണർ ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. 95 lakhs ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഈ ഒരു ലൊക്കേഷനിലെ ലാൻഡ് വാല്യൂ അറിയാൻ സാധിച്ചത് 10-12 ലക്ഷം രൂപ വരെയെന്നാണ്. അത് നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവല്ല, അവിടെ നിന്ന് അറിയാൻ സാധിച്ച ഒരു വിവരമാണ്. ഈ ഒരു 95 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു പുതിയ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീടിന്റെ ലാസ്റ്റ് കാണിക്കുന്ന ഓണറുടെ ഡയറക്റ്റ് കോൺടാക്ട് നമ്പറിൽ നേരിട്ട് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും.